ഓക്കെ, അങ്ങനെ നമ്മുടെ ഒറ്റപ്പാലത്തുള്ള പ്രസിദ്ധമായ വരിക്കാശ്ശേരി മനയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പാസ് എടുത്ത് അകത്ത് കയറി ഇനി ഇവിടെ വരിക്കാശ്ശേരി മനയിൽ ഒരു കഫേ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ എന്തെങ്കിലും കഴിച്ചിട്ട് വേണം ഇനി നമ്മൾ മനയുടെ കാഴ്ചകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാ. ഇഷ്ടംപോലെ ആളുകളാണ് കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളാണ് നമ്മുടെ വരിക്കാശ്ശേരി മന കാണാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അല്ലേ, ഇത്രയധികം ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഞായറാഴ്ച ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കരമായ തിരക്കാണ്. അല്ലേ സൗ? താഴെ നിൽക്കുകയാണ് കേട്ടോ. അതുകൊണ്ടല്ലേ കുറേ ഒരുപാട് മരങ്ങളും ഒരുപാട് കോവിലങ്ങൾ പോലെ ആ ഭാഗത്ത് ഈ ഭാഗത്ത് ഒക്കെ ഉണ്ട് കേട്ടോ. പാലക്കാട് ജില്ല ഒറ്റപ്പാലം താലൂക്ക് ഏഴിലക്കര അംശം ദേശം മംഗലശ്ശേരി മാധവമേനോൻ മകൻ നീലകണ്ഠൻ. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ മലയാള സിനിമയുടെ ഈറ്റില്ലമായ വരിക്കാശ്ശേരി മനയിലാണ് കേട്ടോ. ഒറ്റപ്പാലത്ത് മണിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ മനയുള്ളത് കേട്ടോ. ഒരുപാട് 300 വർഷം പഴക്കമുള്ള ഒരു നമ്പൂതിരി തറവാടാണ് ഈ മന കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, നമുക്ക് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. നമ്മൾ ഒരുപാട് സിനിമകളൊക്കെ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ദേവാസുരം, ആറാം തമ്പുരാൻ, പിന്നെ അങ്ങനെ ഒരുപാട് സിനിമകൾ, ഏകദേശം ഒരു 150-ൽ പരം സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ വരിക്കാശ്ശേരി മന. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ 9:30 മുതൽ വൈകുന്നേരം വരെ ഇവിടെ ആളുകൾക്ക് പ്രവേശനം ഉണ്ട് കേട്ടോ. മന കാണാനും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. 50 രൂപയാണ് ഒരാൾക്ക് കേട്ടോ ഇങ്ങോട്ട് കയറാനുള്ള ഫീസ് വരുന്നത്. അപ്പോൾ എന്താ പറയുക, ഒരുപാട് മലയാള സിനിമകളിൽ നമ്മൾ കണ്ട് പരിചിതമായിട്ടുള്ള ഒരു മനയിൽ വന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആളുകളാണ് ദിവസം വരുന്നത് കേട്ടോ. അപ്പോൾ വരാത്തവർ എന്തായാലും ഒരു തവണയെങ്കിലും വന്ന് നോക്കട്ടെ കേസ്. നമ്മൾ ഒരുപാട് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഇഷ്ടംപോലെ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠൻ ഈ ഭാഗത്ത് ഇരുന്ന് ഉള്ള ആ ഒരു സീനാണ് ഇവിടെ വരുമ്പോൾ കേട്ടോ കേസ്. ഫുൾ ടൈം പറയുമ്പോൾ മംഗലശ്ശേരി എന്നാണ് ഞാൻ പറയണത്. കാരണം ആ സിനിമ അത്രയും എൻ്റെ മനസ്സിൽ പതിഞ്ഞത് കൊണ്ടാണ് കേട്ടോ ഈ വരിക്കാശ്ശേരി മനയെ കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ളത്. നമുക്ക് അവിടെ നിന്ന് പോയിട്ട് അവിടെ നിന്നൊരു വ്യൂ എടുത്താലോ? ഈ സ്ഥലം നമ്മൾ എന്തായാലും മറക്കാൻ ചാൻസ് ഇല്ല. ഈ സ്ഥലവും ഫ്രണ്ട് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഓരോ ഭാഗങ്ങളാണ്. ഒരുപാട് നല്ല മനോഹരമായ പിക്ചറുകളൊക്കെ വരച്ചിട്ടുള്ള ചുമര് കേട്ടോ. ഈ ഭാഗത്തും ഫ്രണ്ടിലും അടിപൊളിയാണ്. ഇവിടുത്തെ എന്താ പറയുക, കുട്ടികളൊക്കെ ഡാൻസൊക്കെ കളിക്കുന്നു ഇവിടെ നിന്ന് കളിക്കാനും അതിനൊക്കെ കേട്ടോ. അപ്പോൾ ആ സിനിമയിൽ ദേവാസുരത്തിൽ ഇവിടെ വെച്ചിട്ടാണോ ഡാൻസ് കളിക്കണമെന്ന് അറിയില്ല. ഈ ഭാഗത്താണ് ഡാൻസ് കളിക്കുന്നത്, അത് ഫ്രണ്ടിലാണ്, അത് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ കഴിച്ച്. രണ്ട് ഭാഗവും ഒരേപോലെയുണ്ട്, നല്ല പിക്ചറൊക്കെ ആയിട്ട് കൊള്ളാം. അപ്പോൾ എല്ലാ റൂമിലും ചുമരിലും ഇങ്ങനെ ഒരു എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ചുമരിൽ വരയ്ക്കുകയോ കേടുപാടുകൾ വരുത്തുകയോ ചെയ്താൽ പിഴ ഈടാക്കുന്നുണ്ട് കേസ്. അപ്പോൾ അതൊന്നും ചെയ്യരുത്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഒരു റൂമാണ് കേട്ടോ. പക്ഷേ എന്താ പറയുക, നിലം തേച്ചിട്ടൊന്നുമില്ല, അങ്ങ് മണ്ണ് നിലമാണ്. ഇതാണല്ലേ എന്തൊക്കെയോ സാധനങ്ങൾ വെക്കുന്ന എന്തോ ഒരു റൂമാണ് കേട്ടോ. ഇതും വലിയ റൂമാണ്. ഇവിടെ എല്ലാ റൂമുകളും നല്ല വലുതായിട്ടാണ് കേസ്. പിന്നെ അപ്പുറത്താണ് നമ്മൾ അവിടെ നിന്നത്, അതിലൂടെ അങ്ങനെ കയറി വന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഇതുപോലെ റൂമുകളൊക്കെ ഉണ്ട്. ഈ ഭാഗത്ത് വാസ്തുവിദ്യകൾ തന്നെ നോക്കുക കേസ്. ഒരുപാട് പഴക്കം ചെന്ന അല്ലേ, കേരള വാസ്തുവിദ്യയിൽ പണി കഴിപ്പിച്ച ഒരു മനയാണ്. മനയുടെ അടുക്കള ഭാഗത്ത് നിന്ന് വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കണ്ടില്ലേ നിറയെ കാറുകളൊക്കെ നമുക്ക് നിർത്താൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ ആ ഭാഗത്തൊക്കെ നിറയെ കൃഷികളാണ് കേട്ടോ, പാടങ്ങളൊക്കെയാണ് ആ ഭാഗത്ത്. പിന്നെ ഒരു കുളമുണ്ട്, കാണുന്ന ആ കുളമുണ്ട്. ഇവിടെ ആനയൊക്കെ നിൽക്കാറുണ്ട് എന്നാണ് കേട്ടോ കേസ് പറയണത്. നമ്മൾ കണ്ടിട്ടില്ല. അത് ആനയ്ക്കൊക്കെ പോകാനുള്ള വണ്ടി കണ്ടില്ലേ, ആനയെ കൊണ്ടുപോകുന്ന ഒരു ലോറിയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ആന ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടി കാറുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പാർക്ക് ചെയ്യാനും പറ്റും കേട്ടോ. അവിടെ ഒരുപാട് സ്ഥലമുണ്ട് അറിയാലോ, ഒരുപാട് ഏക്കർ കണക്കിനുള്ള സ്ഥലത്താണ് അല്ലേ. വരിക്കാശ്ശേരി മന സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഏകദേശം 300 വർഷം പഴക്കമുള്ളൊരു മനയാണ് ഈ കാണുന്നത് കേട്ടോ കേസ്. ഇത് കാർ പാർക്കിംഗ് സ്ഥലമാണ്. നമ്മൾ അതിനകത്തൊക്കെ ഒരുപാട് ആളുകൾ അല്ലേ വന്ന് എല്ലാ ദിവസവും ഇവിടെ ആളുകൾ വിസിറ്റേഴ്സിന് അലോഡാണ്. പക്ഷേ സിനിമകൾ ഷൂട്ട് ചെയ്യുമ്പോൾ മാത്രം ഇവിടെ ആളുകളെ കയറ്റില്ല. നമ്മൾ മനയുടെ അകത്തേക്ക് കയറുമ്പോൾ അല്ലേ ഇങ്ങനെ ഒരു ആളാണ്, ഓരോരോ വലിയ വലിയ റൂമുകൾ അല്ലേ. അടുക്കള അങ്ങനെ ഈ പോണത് അടുക്കള ഭാഗത്തേക്കാണ് ഇപ്പോൾ എല്ലാവരും നമ്മൾ പോകുന്നത് അല്ലേ. പണ്ടത്തെ ആട്ടുകല്ല്, പിന്നെ ഒരു കിണറാണ് ഇവിടുത്തെ അല്ലേ. മനോഹര അടിപൊളി ഒരു കിണറാണ് കേട്ടോ. അല്ലേ പണ്ടത്തെ മനകളിലൊക്കെ ഉണ്ടാകുന്ന പോലത്തെ കിണർ. ഇപ്പോൾ വെള്ളം ഉണ്ടോ നോക്ക്, ഉണ്ട് അല്ലേ.
നിറയെ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. കാലത്തെ നമ്മുടെ ഈ മനകളിലൊക്കെ ഉള്ള മനയോട് ചേർന്നിട്ടുള്ള ഒരു കിണറാണ് കേട്ടോ. മനയോട് ചേർന്നിട്ടുള്ള കിണറാണ് ഇത്. രണ്ട് ഭാഗത്തു നിന്നും വെള്ളം കോരാൻ പറ്റും. ഈ സംഘമൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, ഇതൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എന്തായാലും അടിപൊളി. 3 നിലകളാണ് കേട്ടോ നമ്മുടെ ഈ വരിക്കാശ്ശേരി മനയ്ക്ക്. താഴെ ഒന്ന് ഇതാ 1 2 3 നിലകളാണ് ഈ വരിക്കാശ്ശേരി മനയിലുള്ളത് കേട്ടോ. കണ്ടില്ലേ? ഞങ്ങൾ കഴിഞ്ഞ വർഷം വരിക്കാശ്ശേരി മനയിൽ വന്നിട്ടൊരു വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും മഴയത്തൊരു തവണ വരണം പറഞ്ഞിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നല്ല മഴയുണ്ട് കേട്ടോ, പക്ഷേ ആളുകൾക്ക് കുറവൊന്നുമില്ല. നമ്മൾ സഞ്ചാരികൾ, അതായത് വിസിറ്റേഴ്സ് ഒരുപാട് പേര് ഈ മനയിൽ വന്നിട്ടുണ്ട് കേട്ടോ. കുറേ കാറിലും ബൈക്കിലൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആളുകളാണ് മന കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ മഴ കാരണം ഒരു എന്താ പറയുക, നമ്മുടെ ഇവിടെ ഒരു കഫേ ഉണ്ട് കേട്ടോ, ഒരു കഫേ. ആ കഫേയിൽ തന്നെ വന്നിരിക്കുകയാണ്. അവിടെ സൗവും ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മഴയൊന്ന് ചെറുതായിട്ട് കുറഞ്ഞ ശേഷം നമുക്ക് അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അടിപൊളിയാണ് കേസ്. നമ്മുടെ വരിക്കാശ്ശേരി മന ഒരുപാട് മലയാള സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു മനയാണ്. പാലക്കാട്ടിൽ ഇതുപോലുള്ളൊരു മനോഹരമായിട്ടുള്ള ഒരു നിർമ്മിതി അല്ലേ, 300 വർഷം പഴക്കമുള്ള ഒരു മനയാണ് കേട്ടോ. ഒരു നമ്പൂതിരി തറവാടാണിത് സത്യത്തിൽ. അപ്പോൾ ഇപ്പോൾ സിനിമ ഷൂട്ടിങ്ങുകളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് വിസിറ്റേഴ്സിന് ഇവിടെ അലൗഡ് അല്ല, പക്ഷേ ബാക്കി എല്ലാ ദിവസവും ആളുകൾക്ക് വരാം കേട്ടോ. കാറുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിതാ ഈ ഫ്രണ്ടിൽ കണ്ടില്ലേ, ഈ ഭാഗത്തൊക്കെ കൊണ്ട് കാറ് പാർക്ക് ചെയ്യാം. മോഹൻലാലിൻ്റെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള മൂവിയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ആ പൂമുഖത്താണ് ഉണ്ടാവുക. ദേവാസുരത്തിൽ മോഹൻലാൽ ഇരിക്കുന്ന ഈ ഭാഗം അല്ലേ, ആറാന്തപുരാലിൻ്റെ കണിമംഗലം കോവിലകം, അങ്ങനെ ഒരുപാട് സിനിമകൾ മോഹൻലാൽ അഭിനയിച്ച് തകർത്ത സ്ഥലമാണ്. നമുക്കതിലകത്ത് പോകാട്ടോ. കുറേ ഒരുപാട് ഫോട്ടോഷൂട്ടിനും കാര്യങ്ങൾക്കും കുട്ടികൾ കണ്ടില്ല, ഡാൻസ് കളിക്കാനും ഒക്കെ ഉണ്ടോ. നല്ല അടിപൊളിതോ മന നോക്ക്. ശരി, മനയിൽ വന്നിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അവിടെ അടിപൊളിയാണ് കേട്ടോ. ഫുള്ള് കണ്ട മഴ പെയ്യുമ്പോൾ ഇവിടെ കണ്ടില്ല കേസ്, തുളസി തറയിൽ മഴ പെയ്യുമ്പോഴുള്ള ആ ഒരു ഫീലൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ വന്നിങ്ങനെ ഇരിക്കണം കേട്ടോ. അടിപൊളിയായിരുന്നു അല്ലേ സമയം. എന്തായാലും ഒരുപാട് ആളുകൾ വന്നിക്കണ എന്താ പറയുക, ഫോട്ടോയിനും വീഡിയോസൊക്കെ ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞായറാഴ്ച പൊതുവേ ഇവിടെ തിരക്കാണ് കേട്ടോ. അറിയില്ല, മംഗലശ്ശേരി അല്ല എന്താണ് വരിക്കാശ്ശേരി മന എപ്പോഴും മംഗലശ്ശേരി എന്നാണ് എൻ്റെ വായിലെപ്പോഴും മംഗലശ്ശേരി എന്നേ വരുന്നുള്ളൂ. കാരണം ആ സിനിമ കണ്ടിട്ടേ നമ്മുടെ ദേവാസുരം കണ്ട് ഇപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അങ്ങനെ തോന്നുന്നത്.